ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോകൾ കുറച്ചു കാലമായി മുടങ്ങിയിരിക്കുകയായിരുന്നു. മഴയും ജോലി തിരക്കുമൊക്കെ കാരണമാണ് നമ്മുടെ വീഡിയോകൾ മുടങ്ങിയത്. ഇനി ഏതായാലും വീഡിയോകൾ മുടങ്ങാതെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗോവയിൽ ടൂർ പോകുമ്പോൾ അവിടുത്തെ ചില ആൾക്കാർ നമുക്ക് തരുന്ന വളരെ നൈസായ ഒരു പണിയെക്കുറിച്ചാണ്. ചെറിയൊരു പറ്റിക്കൽ, ചെറിയൊരു കബളിപ്പിക്കൽ. തീരെ ചെറുതെന്ന് പറയാനൊക്കത്തില്ലെങ്കിലും താരതമ്യേന ചെറിയ ഒരു കബളിപ്പിക്കൽ. ഗോവയിൽ ടൂറിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്. ഗോവ നമുക്കറിയാം, ഇന്ത്യയിലെ വളരെ പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും അനേകം വിനോദസഞ്ചാരികൾ ഒരു സീസണിൽ ഗോവയിലെത്തി ആഘോഷിച്ച് ഉല്ലസിച്ച് തിരിച്ചു പോകുന്നുണ്ട്. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും എന്ന പോലെ ചില തരികിടകൾ ഗോവയിലുമുണ്ട്. അതിലൊന്നിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോവ അതിമനോഹരമായ ബീച്ചുകളുടെ കേന്ദ്രം. ഇന്ത്യക്കകത്തും പുറത്തും നിന്ന് വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നിരവധി ബീച്ചുകൾ അവിടെയുണ്ട്. ഗോവയിലെ വിനോദസഞ്ചാരത്തിന് കടലമ്മയെ വിട്ടൊരു കളിയില്ല. കലാങ്കുട്ടെ, ബാഗ, അഞ്ജുന, പലോലിം, അരമ്പോൾ, വഗാറ്റർ, കണ്ടോളിം, കോൾവ തുടങ്ങിയ ബീച്ചുകൾ വളരെയേറെ പ്രശസ്തമാണ്. നമ്മളിപ്പോൾ ഉള്ളത് കോൾവ എന്ന ബീച്ചിലാണ്. കോൾവ ബീച്ചിൻ്റെ ഒരു വശത്ത് വിനോദസഞ്ചാരികൾ ആർത്തുല്ലസിക്കുന്ന സ്ഥലമുണ്ട്. മറുവശത്ത് ഇതുപോലെ ഉണക്കമീൻ വിൽക്കുന്ന ഒരു ചന്തയുമുണ്ട്. തദ്ദേശീയരായ ആൾക്കാർ ഉണ്ടാക്കുന്ന ഉണക്കമീൻ അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ബീച്ചുകൾ മാത്രമല്ല ഗോവയിൽ സഞ്ചാരികൾക്ക് കൗതുകമുളവാക്കുന്ന സ്ഥലങ്ങൾ. സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ബസിലിക്ക ഓഫ് ബോം ജീസസ് അതിലൊന്നാണ്. ബസിലിക്ക ഓഫ് ബോം ജീസസ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. ബസിലിക്ക ഓഫ് ബോം ജീസസിൻ്റെ എതിർവശത്താണ് സേ കത്തീഡ്രൽ. ഗോവയുടെ പ്രഥമ ഡ്യൂക്കും പോർച്ചുഗീസ് ഇന്ത്യയുടെ വൈസ്രോയിയുമായിരുന്ന അഫോൺസോ ആൽബർക്വിക്കിൻ്റെ വിജയസ്മാരകമാണ് അതിമനോഹരമായ സേ കത്തീഡ്രൽ. നമുക്ക് ഗോവയിലെ ബീച്ചുകളിലേക്ക് വരാം. സീസണായാൽ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ സഞ്ചാരികൾ നിറയുന്നതാണ് ഗോവൻ ബീച്ചുകൾ. അവിടുത്തെ രാത്രി കാഴ്ചകൾ അതിമനോഹരമാണ്. രാത്രി കാഴ്ചകളിൽ മുഴുകി എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഗോവയിലെ ബീച്ചുകളിൽ ചുറ്റി നടക്കാം, മദ്യപിക്കാം, ബിയർ കഴിക്കാം, നല്ല സ്വാദിഷ്ടമായ കടൽ വിഭവങ്ങളോടുകൂടിയ ഭക്ഷണം കഴിക്കാം, സെൽഫി എടുക്കാം, ഫോട്ടോ എടുക്കാം. നമ്മൾ എന്തിനു ഗോവയിൽ വന്നോ ആ ഗോവയിലെ വിനോദസഞ്ചാര ദൗത്യം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഗോവയിലെ നൈറ്റ് ലൈഫും കൂടെ കണ്ടിരിക്കണം.
ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ നൈസായ പണിയിലേക്ക് വരാം. ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാനൊക്കത്തില്ല. അപ്പോൾ ഗോവയിൽ ചെന്നാൽ തീർച്ചയായും നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റുകളിൽ കയറും. അതിൽ ചില റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ഒരുക്കി വച്ചേക്കുന്ന ഒരു കെണിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കൂട്ടം സഞ്ചാരികൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മെനുവിൽ 60 രൂപ വിലയുള്ള ഒരു വിഭവം ഓർഡർ ചെയ്തു. തെറ്റിപ്പോകാതിരിക്കാൻ വിരൽ കൊണ്ട് തൊട്ട് കാണിച്ചാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നൽകിയതും അതേ വിഭവം. പക്ഷേ ബില്ല് വന്നപ്പോൾ 60 രൂപയുടെ സ്ഥാനത്ത് 120 രൂപ. മറ്റൊരു സ്ഥലത്ത് ചായയ്ക്ക് മെനുവിൽ 20 രൂപ, ബില്ല് വന്നപ്പോൾ 30 രൂപ. വിത്തൗട്ട് ചായയ്ക്ക് വില കൂടുതലാണ്, 30 രൂപ. അത് പ്രത്യേകമായി ഉണ്ടാക്കുന്നത് ആണത്രേ. ഏതായാലും ഇനിയും ഗോവയിലേക്കുള്ള യാത്രകൾ ശുഭകരമാകട്ടെ, സന്തോഷകരമാകട്ടെ, ഊർജ്ജസ്വലമാകട്ടെ. പക്ഷേ ഇത്തരം കാര്യങ്ങളിലും കൂടെ നമ്മളൊന്ന് ശ്രദ്ധ വച്ചാൽ നമ്മുടെ പോക്കറ്റ് അനാവശ്യമായി കീറാതിരിക്കും. നമ്മളെ ആരും കാര്യമില്ലാതെ ചൂഷണം ചെയ്യാതെയും ഇരിക്കും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.